റോമിയോ ജൂലിയറ്റ് അല്ല, വെറും റോമിയോ ആണിത്. ഇത് 2024 റിലീസായ ഒരു വിജയ് ആൻ്റണി സിനിമയാണ്. തിയേറ്റർ റിലീസായിരുന്നു. തിയേറ്ററിൽ നമുക്കിവിടെയൊന്നും റിലീസ് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ OTT വന്നതിന് ശേഷമാണ് ഈ ഒരു സിനിമ കാണുന്നത്. ഒരു റൊമാൻറ്റിക് കോമഡി ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ പാട്ടുകൾ വളരെ ഹിറ്റായിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ഒരു പാട്ട് കണ്ട സമയത്ത് ഞാനൊരു ട്രെയിലറൊക്കെ പോയി കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് കണ്ട സമയത്ത് എനിക്ക് നമ്മുടെ റബന ജോഡി എന്ന് പറയുന്ന സിനിമയുടെ ഒരു തമിഴ് വേർഷനായിട്ടൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. സെയിം എക്സാക്റ്റ് സാധനമൊന്നും ഞാൻ പറയുന്നൊന്നുമില്ല, പക്ഷേ എവിടേക്കും എന്തൊക്കെയോ ഒരു ടച്ച് ഉള്ളതുപോലെ. അവിടെ ഡാൻസ് കോമ്പറ്റീഷൻ ആയിരുന്നെങ്കിൽ ഇവിടെ സിനിമ നടിയാകണമെന്ന മോഹമായി നിൽക്കുന്ന നായിക, അങ്ങനെയൊക്കെയായിരുന്നു. അപ്പം അതായിരുന്നു ആ ഒരു എനിക്ക് ഫസ്റ്റ് തോട്ട്. അപ്പം സിനിമ കണ്ടു തുടങ്ങിയ സമയത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മലേഷ്യയിൽ ഹോട്ടലായിരുന്ന നായകൻ അവിടുന്ന് ഹോട്ടൽ ബിസിനസ്സൊക്കെ നടത്തിയിരുന്ന തമിഴ്നാട്ടിലേക്ക് വരുന്നു. അവിടെ വെച്ചിട്ട് വീട്ടിലെ അച്ഛനും അമ്മയും എല്ലാം കല്യാണത്തിന് വേണ്ടി നിർബന്ധിക്കുന്ന സമയത്ത് തനിക്കിതുവരെ പ്രണയിക്കാനുള്ള അവസരം കിട്ടിയിട്ടില്ല. അപ്പോൾ പ്രണയിച്ച കല്യാണം കഴിക്കൂ എന്നുള്ള രീതിയിൽ നിൽക്കുന്നു. അങ്ങനെ ഒരു മരണ വീട്ടിൽ വെച്ചിട്ട് നായിക ആയിട്ടുള്ള ലീലയെ കാണുന്നു. ലീല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിനിമാ മോഹമായിട്ട് നായികയാവാനായിട്ട് ചെന്നൈയിൽ പോയി നിൽക്കുന്ന സ്ട്രിക്റ്റ് ഫാമിലി ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരു പെൺകുട്ടിയാണ്. അപ്പം ഈ ഒരു പ്രപ്പോസ് വരുന്ന സമയത്ത് നായികയുടെ അച്ഛൻ നായികയെ പിടിച്ച് കല്യാണം കഴിപ്പിക്കുന്നു നായകനോട്. അപ്പം നായകൻ ഇത് പറയുന്ന സമയത്ത് നായിക കല്യാണം സമ്മതിക്കുന്നുണ്ട്. പക്ഷേ കല്യാണം കഴിഞ്ഞിട്ട് ചെന്നൈയിൽ പോയി താമസിക്കുമ്പോഴാണ് നായകൻ അറിയുന്നത് നായികയ്ക്ക് ഈ കല്യാണത്തിന് താല്പര്യമില്ലായിരുന്നു എന്ന്. അങ്ങനെ പണി പാളി നിൽക്കുന്ന സമയത്ത് നായികയെ വൺ സൈഡായിട്ട് പ്രേമിക്കാനായിട്ട് തുടങ്ങുകയാണ്. അങ്ങനെ എന്ത് ചെയ്യണം എന്നറിയാത്ത നായിക ഫുള്ളായിട്ട് അവോയ്ഡ് ചെയ്യുന്നു. ലീല ഫുള്ളായിട്ട് നായകനെ അവോയ്ഡ് ചെയ്യുന്നു. അപ്പോൾ എന്ത് ചെയ്യണം എന്നറിയില്ല. അപ്പം ഒരു ക്ലബ്ബിൽ ചെല്ലുന്ന സമയത്ത് വിക്രം എന്ന് പറയുന്നൊരു ക്യാരക്ടർ, നമ്മുടെ യോഗി ബാബുവിൻ്റെ ക്യാരക്ടർ, അവിടുത്തെ DJ ആണ്. പുള്ളിക്കാരൻ ഇതുപോലെ ലവ് സാധനങ്ങളെല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കുന്ന ഒരു DJ ആണ്. അപ്പം ഇത് സെറ്റ് ചെയ്യാമെന്ന് പറയുന്നു. അങ്ങനെ നായകനെ കൊണ്ട് ലീലയെ വിളിപ്പിക്കുന്നു അറിവിനെ കൊണ്ട്. പക്ഷേ അറിവാണെന്ന് പറയുമ്പോൾ വെക്കുന്നു. അപ്പം വിക്രം പറയാണ് വേറൊരു സിമ്മിൽ നിന്ന് വിളിക്കുക, ഫാനാണെന്ന് പറയാം. ഒരു ആക്ടറാണല്ലോ, അപ്പം വലിയ ഫാനാണെന്ന് പറയാം. അങ്ങനെ കമ്പനിയാകാമെന്ന് പറയുന്നു. റബന ജോഡിയിൽ വേറൊരു ക്യാരക്ടറായിട്ട് ഷാറുഖ് ഖാൻ പോകുന്നുണ്ടെങ്കിൽ ഇവിടെ ഫോൺ വിളിച്ചിട്ട് വേറെ ആളാണെന്ന് പറയുന്നു, ഫാനാണെന്ന് പറയുന്നു. അങ്ങനെ അവർ തമ്മിലൊരു കമ്പനിയാവുന്നു. അപ്പം ഇതാരാണെന്ന് ചോദിക്കുന്ന സമയത്ത് അറിവ് പറയുന്നു വിക്രമാണെന്ന് പറയുന്നു. ആ ഒരു ക്യാരക്ടറിനെയും വിടുന്നു. അങ്ങനെ വിക്രവും ലീലയും തമ്മിൽ കണക്റ്റ് ആവുന്നു. ഇപ്പോൾ വിക്രത്തിനോട് ലീല ഭയങ്കരമായിട്ട് ഓപ്പൺ ആവുന്നു. അപ്പം വിക്രത്തിനോട് ഓപ്പൺ ആവുന്നതെല്ലാം അറിവ് ലീലയ്ക്ക് ചെയ്തു കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നു. അപ്പം ഒരു നായികയായിട്ട് പല സിനിമകളിലേക്കും പോകുന്നു. പക്ഷേ കിട്ടുന്ന അവരുടെ അടുത്ത് ഒരു സമയത്ത് പ്രൊഡ്യൂസർ മോശമായിട്ട് പെരുമാറുന്നു. പ്രൊഡ്യൂസറിനെ അറിവ് പോയി ഇടിക്കുന്നു. അതിനുശേഷം ഇവർ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ചേർന്നിട്ടൊരു സിനിമ എടുക്കാനായിട്ട് പോകുന്നു. അപ്പോഴും പ്രൊഡ്യൂസറില്ല. ആ സമയത്ത് അറിവ് തന്നെ പ്രൊഡ്യൂസ് ചെയ്യാമെന്ന് പറയുന്നു. പക്ഷേ നായകനാക്കണം എന്ന് പറയുന്നു. അങ്ങനെ ഈ ഒരു സിനിമയിലേക്ക് നായകനായിട്ട് വരുന്നു. അങ്ങനെ ഇവർ തമ്മിൽ ഹസ്ബൻഡ് വൈഫ് ആണെങ്കിലും അവിടെ ഒരു ബന്ധമില്ല. പക്ഷേ നായികയായിട്ട് അഭിനയിച്ച് തുടങ്ങുന്നു. അപ്പോഴും ഈ അറിവിന് ഇത് പറയണമെന്നുണ്ട്, പക്ഷെ പറയാൻ പറ്റുന്നില്ല. അറിവിനെ ഫുള്ളായിട്ട് അവോയ്ഡ് ചെയ്യുന്നു. വിക്രത്തിനോട് എല്ലാ കാര്യങ്ങളും ഓപ്പണായിട്ട് സംസാരിക്കുന്നു. അങ്ങനെ ഒരു സമയത്ത് ഒരു ആസ് യൂഷ്വൽ വില്ലന്മാർ വരും, അവിടെ ഫൈറ്റ് വരും. അങ്ങനെ ഫൈറ്റ് വരുന്ന സമയത്ത് ഈ നായികയെ അറിവ് രക്ഷിക്കുന്നു. പക്ഷേ അറിവാണ് രക്ഷിച്ചതെങ്കിലും ഇവൾ വിളിച്ച് ചോദിക്കുന്നത്, ഇവൾ വിക്രത്തിനോടല്ലേ സംസാരിക്കത്തുള്ളൂ, അറിവിനോട് സംസാരിക്കത്തില്ല. അപ്പോൾ അറിവിനോട് സംസാരിക്കുന്നുണ്ട്, എന്തിനാണ് എന്നെ ഇങ്ങനെ രക്ഷിച്ചത്, ഞാൻ ഈ ബന്ധത്തിലൊരു എഫേർട്ട് എടുത്തിട്ടില്ല, പക്ഷേ എന്തിനാണ് എന്നോട് ഇങ്ങനെ പ്രണയിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നു. അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ വരുന്നു അവിടെ. അപ്പോൾ പറയുന്നുണ്ട്, നമ്മൾ ചില സമയത്ത് നമ്മൾ ആഗ്രഹിക്കാത്തതാണ് കിട്ടുന്നതെങ്കിൽ നമ്മളിനി എത്ര അവോയ്ഡ് ചെയ്യുമെന്ന് പറഞ്ഞാലോ നമ്മളെ തന്നെ തേടി വരും എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ തീ പേടിയായിട്ടുള്ള അറിവ് നായിക അവിടെ രക്ഷിക്കുന്നു. അതിനുശേഷം വിക്രത്തെ വിളിക്കുമ്പം വിക്രം പറയുന്നുണ്ട്, വിക്രത്തിൻ്റെ അനിയത്തിയെ പണ്ട് കാണാതെ പോയിട്ടുണ്ട്. ആക്ച്വലി അറിവിൻ്റെ അനിയത്തി ജെന്നി എന്ന് പറയുന്നത് കാണാതെ പോയിട്ടുണ്ട്. അങ്ങനെ നായിക ഈ വിക്രത്തിന് വേണ്ടി അനിയത്തിയെ കണ്ടുപിടിക്കുന്നു. അനിയത്തിയെ കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ട് പക്ഷേ വിക്രമല്ല വരുന്നത്, അവിടെ അറിവാണ് വരുന്നത്. പക്ഷെ അറിവ് അവിടെ വെച്ചിട്ട് അറിവിൻ്റെ അനിയത്തിയാണല്ലോ, പക്ഷെ അറിവ് പറയുന്നില്ല എൻ്റെ അനിയത്തിയാണെന്ന് പറയുന്നില്ല. പക്ഷേ ഇതിനകത്ത് ഏറ്റവും വലിയ കോമഡി, നായിക ഇതെല്ലാം അറിയുന്നുണ്ടായിരുന്നു. ഇത് അറിവാണ് വിക്രം എന്നുള്ള രീതിയിൽ അറിയുന്നുണ്ടായിരുന്നു. എല്ലാം ഒരു സമയമായപ്പം, അതായത് അവർ രക്ഷിക്കുന്ന സമയമൊക്കെ ആയപ്പം തീ പേടിയാണെന്നുള്ളത് രണ്ടുപേരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ പറയുന്നു. അതിനുശേഷം ഈ ഒരു സിനിമയുടെ ക്ലൈമാക്സിലാണ് നായകൻ നായികയോട് ഇഷ്ടമാണെന്ന് പറയുന്നത്. ഒരു കോടതി ഡൈവേഴ്സ് സീനാണ്. ഈ ഡിവോഴ്സ് സീനിൻ്റെ സമയത്ത് അവിടെ വെച്ച് ലീല വിക്രത്തെ വിളിക്കുന്നു. അറിവ് ഫോൺ എടുക്കുന്നു, ഫ്രണ്ടിൽ വെച്ചിട്ട് എടുക്കുന്നു. അപ്പം പറയുന്നു അറിവാണ് എന്നുള്ളത് അറിഞ്ഞിട്ടാണ് ഞാൻ ഇതൊക്കെ പറഞ്ഞത്, പക്ഷേ അനിയത്തെ കണ്ടുപിടിച്ചതും അറിവിന് വേണ്ടിയാണെന്ന് പറയുന്നു. അപ്പം പറയുന്നുണ്ട്, ഒരു പെൺകുട്ടിക്ക്
ഒരാൾ നല്ല സുഹൃത്തായിട്ട് വേണം എന്ത് ഓപ്പണായിട്ട് സംസാരിക്കാൻ. അത് സ്വന്തം ഭർത്താവാണെങ്കിൽ അത് ഭയങ്കര ലക്കിയാണ് എന്ന് പറഞ്ഞിട്ട് ഒരു ഹാപ്പി എൻഡിങ്ങിൽ തീരുന്ന സിനിമ. ഇത് റബിന ജോഡി ഇത് തന്നെയല്ലേ. അതിൽ നായിക അറേഞ്ച്ഡ് മാരേജ്, നായികയ്ക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ആ നായികയ്ക്ക് മറ്റേ ഡാൻസ് കോമ്പറ്റീഷനിൽ ഫസ്റ്റ് വാങ്ങണം. അങ്ങനെ ഡാൻസിന് പോകുന്നു. നമ്മുടെ ഷാറൂഖ് ഖാൻ മീശയൊക്കെ വടിച്ച് വേറൊരു ലുക്കിൽ ചെല്ലുന്നു. അവിടെ ചെന്ന് നായികയുടെ ഡാൻസിന് കയറുന്നു. അങ്ങനെ നമ്മുടെ നായിക മറ്റേ ക്യാരക്ടറിനെ ഇഷ്ടപ്പെടുന്നു, ഫ്രണ്ടാവുന്നു. ആ സെയിം സാധനം തന്നെയാണ് അവസാനം പറയുന്നുണ്ട്, എൻ്റെ ഹസ്ബൻഡിലാണ്, എനിക്ക് വേറെ ആരെയും പറ്റില്ല എന്നുള്ള രീതിയിൽ സംസാരിക്കും. ഈ സെയിം കഥ തന്നെയാണ് ഇത്. ഇതിൻ്റെ ഒരു തമിഴ് വേർഷനായി, പക്ഷേ ഇത് കുറച്ചും കൂടെ മോഡേണൈസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് മാത്രമാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. എന്തായാലും ഒരു വൺ ടൈം വാച്ചബിൾ ആയിട്ടുള്ള ഒരു റൊമാൻറ്റിക് കോമഡി സിനിമയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. എന്തായാലും ബോറടിക്കാതെ കാണാൻ പറ്റിയ ഒരു സിനിമ. ഇതിനകത്ത് പാട്ടുകളെല്ലാം വളരെ നല്ലതാണ്, ബാക്ക്ഗ്രൗണ്ട് സ്കോറുകളൊക്കെ നല്ലതാണ്. പിന്നെ അത്യാവശ്യമല്ലായിരുന്നു നായിക. എനിക്ക് അത്രയ്ക്ക് നായികയുടെ ഒരു അഭിനയം അത്രയ്ക്കും കൂടി എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ബാക്കി എല്ലാവരും നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്തത്, സിനിമ എഡിറ്റ് ചെയ്തത് എല്ലാം വിജയ് ആൻ്റണി തന്നെയാണ്. ലിറിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പം കുറേ കാര്യങ്ങൾ പുള്ളി ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു പുള്ളി ഒരു നല്ല മ്യൂസിക് ഡയറക്ടറാണ്. പക്ഷേ ഇങ്ങനെ സിനിമകൾ, ചില നല്ല സിനിമകളൊക്കെ ചെയ്യാറുണ്ട് ഇടയ്ക്ക്. എന്തായാലും ഇതൊരു നല്ല സിനിമയാണെന്ന് ഞാൻ പറയുന്നു. അങ്ങനെയല്ല, ഇതൊരു നല്ല സിനിമയാണ്. നിങ്ങൾ പോയി കണ്ടുനോക്കിയിട്ട് നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ നല്ല സിനിമയാണെന്ന് പറയുക, ഇല്ലെങ്കിൽ കൊള്ളില്ല എന്ന് പറയുക. അതാണല്ലോ. ഇനി അഥവാ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക, നിങ്ങൾക്ക് എന്താണ് ഈ ഒരു സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ ഫീൽ ചെയ്തതെന്ന്. എനിക്ക് നല്ല സിനിമയായിട്ടാണ് ഫീൽ ചെയ്തത്. ഒരു വൺ ടൈം വാച്ചബിളായിട്ടുള്ള റൊമാൻറ്റിക് കോമഡിയായിട്ടാണ് ഫീൽ ചെയ്തത്. അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഒരു സിനിമയുടെ റിവ്യൂ ഇവിടെ അവസാനിപ്പിക്കുകയാണ്.